ഓസ്ട്രേലിയയിൽ വന്നിട്ട് ഞാൻ ദേ ആദ്യമായിട്ടൊരു പ്രോഗ്രാമിന് വേണ്ടി പോവുകയാണ് കേട്ടോ. നമ്മുടെ ടൗൺസ്വില്ലിലെ കേരള അസോസിയേഷൻ്റെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ സെലിബ്രേഷന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് പോയത്. ഒരു വലിയ ഹാളിൽ വെച്ചിട്ടായിരുന്നു പ്രോഗ്രാം നടത്തുന്നത്. ഞങ്ങൾ ചെന്നപ്പോഴേക്കും എല്ലാവരും വന്ന് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും നല്ല ഒരുങ്ങി സുന്ദരികളും സുന്ദരന്മാരും ഒക്കെ ആയിട്ടാട്ടോ വന്നിരുന്നത്. ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ ജനക്കുട്ടിയുടെ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അവർ കുട്ടികളെയൊക്കെ ഭയങ്കര ക്യൂട്ടായിട്ടായിരുന്നു ഒരുക്കിയിരുന്നത്. നല്ല ചട്ടയും മുണ്ടും കുണുക്കൊക്കെ ഇടിപ്പിച്ചിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ദേ നമ്മുടെ സാന്റക്ലോസിൻ്റെ എൻട്രി ഉണ്ടായിരുന്നേ. സാന്റക്ലോസ് ഇല്ലാതെ എന്ത് ക്രിസ്മസ് അല്ലേ നമുക്ക്. നല്ല കരോൾ സോങ് ഒക്കെ പാടി അടിച്ച് പൊളിച്ചാണ് ചേട്ടായിമാരെല്ലാവരും കൂടിയിട്ട് സാന്റക്ലോസിനെ കൊണ്ട് സ്റ്റേജിലോട്ട് വരുന്നത്. കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് തന്നെ ഒരു എനർജിയൊക്കെ ഫീൽ ചെയ്ത് കൂടെ ഇറങ്ങി തുള്ളിയാലോ എന്നൊക്കെ നമുക്ക് തോന്നില്ലേ. അതുപോലൊരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. സ്റ്റേജിലാണെങ്കിലും കരോളൊക്കെ പാടി ഡ്രമ്മൊക്കെ കൊട്ടി അടിപൊളിയാക്കിയായിരുന്നു. പിന്നെ സ്റ്റാർട്ടേഴ്സൊക്കെ സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്ക്. പിന്നെയും പ്രോഗ്രാംസ് ഒരുപാടുണ്ടായിരുന്നു. പാട്ടുകളും ഡാൻസുകളും എല്ലാം ഉണ്ടായിരുന്നു. നമ്മളിതുപോലെ കേരള അസോസിയേഷൻ എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് എല്ലാവർക്കും ഒത്തുകൂടാനുള്ള ഒരു അവസരവും കൂടിയിട്ടാണല്ലോ. എല്ലാവരും വിശേഷങ്ങൾ പങ്കുവെക്കുന്നുണ്ടായിരുന്നു. അതിനിടയിൽ ഈ വാവേനെ കണ്ടപ്പോൾ എനിക്ക് തുമ്മൂനും മീനും ഒരുപാട് മിസ് ചെയ്തു കേട്ടോ. പിന്നെ ഈ ചേച്ചിമാരുടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല കോസ്റ്റ്യൂമൊക്കെ നല്ല കിടിലൻ കോസ്റ്റ്യൂമായിരുന്നു. നല്ല എനർജറ്റിക് ആയിട്ടുള്ള പെർഫോമൻസസ് ആയിരുന്നു കേട്ടോ എല്ലാവരുടെയും. നമുക്ക് സ്റ്റേജിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നില്ല. അതുപോലെയാണ് പിള്ളേരും വലിയവരും എല്ലാവരും ചെയ്തു വെച്ചേക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇവരുടെ ഈ ഡാൻസൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. നല്ല പുതിയ സോങ്സൊക്കെ ഇവർ ഇതുപോലെ തന്നെ ഫ്യൂഷൻ ചെയ്തിട്ട് ഡാൻസ് കളിക്കുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമുള്ള സോങ്സ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അനുചേച്ചിയുടെ ഒക്കെ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ചേച്ചിക്ക് നല്ല അടിപൊളിയായിട്ടാണ് ഡാൻസ് കളിച്ചത്. സത്യം പറഞ്ഞാൽ ആ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മമാരുടെ ഒരു ഗ്രൂപ്പായിരുന്നു. അമ്മമാർക്കൊക്കെ എന്താ ഒരു പവർ എനർജി അല്ലേ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അവിടെ നിന്ന് പിരിയുന്നത്.